ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് പഴയകാല രുചികളിലൊന്നായ മുപ്പുളിയാണ് തയ്യാറാക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് അധികം പരിചിതമല്ലാത്ത ഈ കറി സ്വാദിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ്. ഈ കറിക്ക് കോംബോവായി ഉരുളക്കിഴങ്ങ് സ്പെഷ്യൽ ഫ്രൈയും ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. മുപ്പുളി വയ്ക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശർക്കര, ഉലുവ, പൊന്നേരി, ഉപ്പ്, കടുക്, മുളക് പൊടി, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, ഉഴുന്നുപരിപ്പ്, തേങ്ങ, തൈര്, പുളി, മാങ്ങ, വാഴയ്ക്ക, വെള്ളരിക്ക എന്നിവയാണ്. ആദ്യം ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പുളി വെള്ളമൊഴിച്ച് കുതിർക്കാൻ വയ്ക്കാം. ഇനി വേണ്ടത് ഒരു ചെറിയ കപ്പ് തൈരും ഒരു മാങ്ങയുമാണ്. 3 തരം പുളി ചേരുന്നത് കൊണ്ടാണ് ഇതിന് മുപ്പുളി എന്ന പേര് വന്നത്. ഈ കറി ഉണ്ടാക്കാൻ വെള്ളരിക്കയും വാഴയ്ക്കയുമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന് പകരമായി കുമ്പളങ്ങ, ചേന എന്നിവയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആദ്യം വാഴയ്ക്ക എടുത്ത് 2 സൈഡും മുറിച്ചു മാറ്റി തോൽ കളഞ്ഞെടുക്കാം. അതുപോലെ വെള്ളരിക്കയുടെ തോലും കളഞ്ഞെടുക്കാം. പകുതി വെള്ളരിക്കയാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് പകുതി ഭാഗത്തിലെ തോലാണ് മാറ്റുന്നത്. ഇനി മാങ്ങയുടെ പകുതിയാണ് വേണ്ടത്. അതുകൊണ്ട് പകുതി മാങ്ങയുടെ തോല് കളഞ്ഞെടുക്കാം. ഇനി ആദ്യം വെള്ളരിക്ക ഇങ്ങനെ ക്യൂബ്സായിട്ട് കുറച്ച് വലിപ്പത്തിൽ മുറിച്ച് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാമത് വാഴയ്ക്കയും മുറിച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. തനി നാടൻ കറി ആയതുകൊണ്ടാണ് ഇത് മൺചട്ടിയിൽ തയ്യാറാക്കുന്നത്. മാങ്ങ മുറിച്ച് മാറ്റിവെക്കുക. അടുത്തതായി അരപ്പ് തയ്യാറാക്കാൻ മസാല വറുത്തെടുക്കണം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാവുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ഉലുവയും 1 സ്പൂൺ ഉഴുന്നുപരിപ്പും 1 സ്പൂൺ പൊന്നേരിയും ചേർത്ത് വഴറ്റുക. മട്ടരിയോ പച്ചരിയോ ഇതിൽ ചേർക്കരുത്. കാരണം പച്ചരി ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. മട്ടരിയാണെങ്കിൽ വറുക്കാനെടുക്കുന്ന സമയം കൂടുതലായിരിക്കും. അതുകൊണ്ട് ചോറിന് ഉപയോഗിക്കുന്ന ഏതുതരം പുഴുങ്ങലരിയും എടുക്കാം. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളക് കൂടി ചേർത്ത് വഴറ്റുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റാം. ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് വഴറ്റുക. തേങ്ങ ഒരുപാട് ബ്രൗൺ ഒന്നും ആവേണ്ട. ലേശം മൂത്ത് വരുമ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് വഴറ്റുക. ഒരുവിധം വഴഞ്ഞു വന്നാൽ വാങ്ങി നമ്മൾക്കിത് തണുക്കാൻ വയ്ക്കാം. ഇനി നമ്മൾക്ക് അരിഞ്ഞു വെച്ച വെള്ളരിക്കയും വാഴയ്ക്കയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളവും 3 പച്ചമുളക് 2ആയി കീറിയതും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. അടച്ചു വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ കായ്കറികൾ വെന്ത് കിട്ടും. പച്ചക്കറികൾ 1/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ മാങ്ങ നുറുക്കിയത് ചേർക്കുക. അര മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മാങ്ങയുടെ പുളിപ്പിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുക. വറുത്ത് വെച്ച മസാല നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അരച്ചെടുക്കാം. മിക്സിയിലോ അമ്മിയിലോ അരച്ചെടുക്കുക. വെള്ളം ചേർത്തല്ല നമ്മൾ മസാല അരയ്ക്കുന്നത്. 1/4 കപ്പ് തൈര് ചേർത്താണ് അരയ്ക്കുന്നത്. നല്ല നൈസായി അരച്ചെടുക്കുക. ഇനി അരപ്പ് കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അലസി അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി 1 മിനിറ്റ് മസാലയുടെ പച്ചമണം മാറുന്നതിന് അടച്ചു വെച്ച് തിളപ്പിക്കുക. ആദ്യം നമ്മൾ മാങ്ങയും തൈരും ചേർത്തിരുന്നു. അതിനു പുറമെ ഇനി വാളൻ പുളി കുതിർത്ത് ചണ്ടി കളഞ്ഞ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി സ്വാദ് ബാലൻസ് ചെയ്യാൻ 1 സ്പൂൺ ശർക്കര, അതായത് വെല്ലം കൂടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് 1 മിനിറ്റ് തിളപ്പിക്കുക. ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമ്മൾക്ക് കറി താളിക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1 സ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി 4 പാടം തെറിക്കുന്നത് ഒഴിവാക്കാൻ ഇങ്ങനെ മൂടി കൊണ്ട് പാർഷ്യലി അടച്ചു പിടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് ഇളക്കാതെ 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം ഇളക്കി താളിച്ചത് യോജിപ്പിക്കാം. ഈ കറി ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്തു തന്നെ 2 ദിവസം വരെ കേടുകൂടാതെയിരിക്കും.
ഈ കറിയിൽ നമ്മൾ ഉഴുന്നപ്പരിപ്പും അരിയും ചേർത്തത് കൊണ്ട് തന്നെ കറി പെട്ടെന്ന് തിക്കായി വരും. ഇനി ഇത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി മുപ്പുളി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമ്മൾക്ക് സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് ഫ്രൈ തയ്യാറാക്കാം. ഇതിന് ആദ്യം ഒരു മസാല തയ്യാറാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തണ്ട് കറിവേപ്പില, 4 വെളുത്തുള്ളി, 1 സ്പൂൺ കല്ലുപ്പ്, 1 തുണ്ട് ഇഞ്ചി, 8 ചെറിയ ഉള്ളി, 1/2 സ്പൂൺ കുരുമുളക്, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവയാണ്. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവായിരിക്കും. നിങ്ങൾ സാദാ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1 സ്പൂൺ എടുത്താൽ മതി. ഇനി ഇവയെല്ലാം കൂടി മിക്സിയിലോ അമ്മിയിലോ അരച്ചെടുക്കുക. 2 വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിൽ 3 വിസിൽ വരെ വേവിച്ച് തോൽ കളഞ്ഞെടുക്കുക. ഇനി ഉരുളക്കിഴങ്ങ് കത്തി കൊണ്ട് ഷേപ്പൊന്നും വേണ്ട, ഇങ്ങനെ അണീവണായി മുറിക്കുക. പൊടിയായ ഉരുളക്കിഴങ്ങിലേക്ക് അരച്ച മസാല ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ 1/4 സ്പൂൺ ഉപ്പുപൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ മസാല പുരട്ടിയ ഉരുളക്കിഴങ്ങിട്ട് ഒന്നിളക്കി സിമ്മിൽ വയ്ക്കുക. സിമ്മിൽ വെച്ച് പൊരിച്ചെടുക്കുമ്പോഴാണ് ഉരുളക്കിഴങ്ങ് ഫ്രൈക്ക് സ്വാദേറുക. ഇടയ്ക്കിടെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. കുറച്ച് സമയമെടുത്ത് ഇത് പൊരിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറി നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ കിനിഞ്ഞു വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. തൈര് സാദം, സാമ്പാർ സാദം തുടങ്ങിയവയ്ക്കെല്ലാം നല്ലൊരു സൈഡ് ഡിഷാണ് ഇത്. നല്ല ചൂട് ചോറിൽ 1 സ്പൂൺ നെയ്യൊഴിച്ച് ഈ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും കൂടി ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും തന്നെ ആവശ്യമില്ല. നല്ല ടേസ്റ്റി ഉരുളക്കിഴങ്ങ് ഫ്രൈ ഒരു പ്രാവശ്യം ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങളിത് അടിക്കടി ഉണ്ടാക്കും. ഈ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇന്നത്തെ 2 വിഭവങ്ങളും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.